നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഹാഷ്മിക്കെതിരെ, അനിൽകുമാർ സഖാവിനെതിരെ, അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം, ജോലി, ശമ്പളം എല്ലാം ഇല്ലാതാകും. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിക്കണം. രാഹുൽ പറഞ്ഞില്ലല്ലോ വ്യാജ പരാതി, അല്ല മാങ്കൂട്ടം പറഞ്ഞില്ലല്ലോ വ്യാജ പരാതിയാണ്. ഇത് വ്യാജ പരാതിയാണെന്ന് ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലിബറൽ പ്രോഗ്രസീവ് കളിച്ചോട്ടെ. ഇപ്പോഴും എന്റെ സുഹൃത്തെന്നൊക്കെയാണ് വിളിച്ചോട്ടെ. സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ച് സന്ദീപ് വാര്യർക്ക് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് ഞാൻ അവന്തികയുടെ കള്ളം പൊളിച്ചെടുക്കാം. ഓഗസ്റ്റ് 1 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് വിളിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് സന്ദേശം അയക്കുന്നു. അതിൽ ആ വോയിസ് നോട്ടിൽ ക്ലിപ്പായി, അതായത് മറ്റേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനായി എനിക്കെന്താ പരാതി കൊടുക്കാൻ അറിയില്ലേ, എനിക്ക് പാർട്ടി വഴി പോകാൻ അറിയില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ്, എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ശേഷമാണോ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നത്? ഓഗസ്റ്റ് 1 വരെ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയാത്ത അവന്തിക ഓഗസ്റ്റ് 1 ശേഷം ഈ റേപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? കള്ളമല്ലേ? അവന്തിക്ക് പുറത്തു വരാൻ പേടിയാണ്. പരാതി കൊടുക്കണ്ടേ? തീർന്നില്ല. അവന്തിക്ക് പേടിയാണ് പറയാൻ. അല്ലല്ല, എന്നാ ഓഗസ്റ്റ് 1 ഈ ഭയം ഇല്ലാത്ത എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചതല്ലേ? ബി.ജെ.പിയോ പോട്ടെ, പ്രശാന്ത് ശിവൻ അടക്കമുള്ള ശക്തനായ ഒരു നേതാവിന്റെ അടക്കം സൗഹൃദമുണ്ട്, ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കുന്നത് എന്തിനാ? പക്ഷേ മനഃപൂർവ്വം അതിനുശേഷം ഈ വാർത്തകൾ വന്നപ്പം തന്റെയും കൂടെ വാർത്ത ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ അവന്തിക കളിച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തകർന്നു വീണു. അല്ല രാഹുലെ, ഇനി അവന്തിക പറഞ്ഞ ആ പരാതിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. തീർക്കട്ടെ സാറേ. ഇനി അവന്തിക പറഞ്ഞ ആ പരാതി എന്തെങ്കിലും കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. ആ കൺഫ്യൂഷൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മളാ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ കുറേയധികം പരാതികൾ വന്നു. അത് ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിൽ ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല എന്ന് കരുതി എല്ലാ പരാതിയും റദ്ദാവോ? ഇനി അടുത്തത് പറഞ്ഞാണ്. ഞാൻ തീർത്തോട്ടെ. ഞാൻ ടൈമർ വെച്ചല്ലേ, തീർത്തോട്ടെ. ഇനി അതിനെക്കുറിച്ച് ഒരു വരി കൂടെ പറയുന്നുള്ളൂ. ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞ് അത് റെക്കോർഡായിട്ടുണ്ടാകും. ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ, അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്തു വെക്കാം. അവന്തികയുടെ ഒരു തെളിവുമില്ല. റിനി ആൻഡ് ജോർജിന്റെ ഒരു തെളിവുമില്ല. രാഹുൽ 2020 എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. തെളിവ് എവിടെ? സ്ക്രീൻഷോട്ട് എവിടെ? വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് എവിടെ? അങ്ങനെ ഒന്നുമില്ല.